നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഭാവി അറിയുന്ന ആളല്ലേ ഈശ്വര്യമ്മ? പ്രവചനവരം കിട്ടിയവർ ആണോ? അറിയില്ല. എന്തോ മനസ്സിൽ തോന്നുന്നു, അത് പറയുന്നു, അത്ര തന്നെ. അതുതന്നെയാണ് പ്രവചനശക്തിയും. ഈശ്വര്യമ്മ പറയേ, എന്താകും ഇതിന്റെയൊക്കെ പര്യവസാനം? ശുഭമാണോ ശാപമാണോ സംഭവിക്കാൻ പോകുന്നത്? പറയ് ഈശ്വര്യമ്മേ, എന്റെ മരണമാണോ അവസാനം? എന്താണെങ്കിലും തുറന്നു പറയൂ, കേട്ട് തയ്യാറാവാനാ. വരാനിരിക്കുന്നത് ഒരു സംഭവമല്ല, സംഭവ പരമ്പരകളാ. അത് നീ ഒരാളുടെ മാത്രം തലവര നിശ്ചയിക്കുകയോ ജീവിതഗതി മാറ്റുകയോ ചെയ്യുന്ന വിധത്തിൽ ചുരുക്കപ്പെട്ട് കിടക്കുകയല്ല. ആകാശത്തിന് കീഴിൽ വിശാലമായ പരവതാനി വിരിക്കുന്നത് പോലെയാണ്. അതിന് കീഴിൽ ആരൊക്കെ വരാം, എത്ര പേർ ഉണ്ടാവൂ എന്നൊന്നും കൃത്യമായി ഇപ്പോഴേ പറയുക അസാധ്യം. പക്ഷേ ഒന്നു മാത്രം പറയാം, നീ ഭാഗവാക്കാകാൻ പോകുന്ന ഈ ചടങ്ങ് ഒരു ദേശത്തിന്റെ മുഴുവൻ തലക്കുറി വരയ്ക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയെയോ ഒന്നിലധികം വ്യക്തികളെയോ കണക്കിലെടുക്കുക സാധ്യമല്ലെന്നർത്ഥം. മറിച്ച് ഇനി മുതൽ തൃപ്പങ്ങോട്ട് ദേശം രാധയ്ക്ക് മുൻപെന്നും രാധയ്ക്ക് ശേഷമെന്നും അടയാളപ്പെടുത്താൻ പോവുകയാണെന്ന് പറയാം നമുക്ക്. ആ അടയാളപ്പെടുത്തൽ നിന്റെ ജയം കൊണ്ടാണോ മരണം കൊണ്ടാണോ സംഭവിക്കുക എന്നത് മാത്രമേ ഇനി നിശ്ചയിക്കേണ്ടതുള്ളൂ. രണ്ടിലേതായാലും ഞാൻ തയ്യാറാണ് ഈശ്വര്യമ്മേ. ഞാൻ സ്വയം ബലിയാകാം. പക്ഷേ എനിക്ക് വേണ്ടി മറ്റുള്ളവർ ബലിയാക്കപ്പെടരുത്. അതാണ് എന്റെ സത്യപ്രതിജ്ഞയും. രാധ ഉദ്ദേശിച്ചത് ആരെക്കുറിച്ചാണെന്ന് മനസ്സിലായി. എല്ലാവരും സുരക്ഷിതരാണ്. പക്ഷേ പ്രസാദ് മാത്രം ഇതുവരെ വന്നിട്ടില്ല. എത്ര അന്വേഷിച്ചിട്ടും എവിടാണെന്ന് ഒരു ഊഹവും കിട്ടിയിട്ടില്ല ഇതുവരെ. അതേക്കുറിച്ചോർത്ത് ആരും വ്യാകുലപ്പെടണ്ട. വക്കീല് പറഞ്ഞ എനിക്കറിയാം പ്രസാദിനെ. മുറിച്ചിട്ടാൽ മുറി കൂടുന്ന ജാതിയെ അവൻ. ഒരു കാരാഗൃഹ മതിലിനും അവനെ ബന്ധിക്കാൻ പറ്റില്ല. സമയമാകുമ്പോ ആള് പുറത്തു വരിക തന്നെ ചെയ്യും. നിനക്ക് വിശ്വസിക്കാം. അമ്മേ മഹാമായേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.